നമ്മൾ ഇന്ന് കാണുന്ന ഈ അമിതവണ്ണം, ഹൃദ്രോഗം പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളുടെയൊക്കെ യഥാർത്ഥ കാരണം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പുറകോട്ട് പോകണം. കൃത്യമായി പറഞ്ഞാൽ 1950കളിലേക്ക്. എങ്ങനെയാണ് കൊഴുപ്പ് എന്ന നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകം പെട്ടെന്നൊരു ദിവസം ലോകത്തിലെ ഏറ്റവും വലിയ വില്ലനായി മാറിയത്? 1950കളിൽ അമേരിക്കയിൽ ഹൃദയാഘാതം, അതായത് ഈ കൊറോണറി ഹാർട്ട് ഡിസീസ് വളരെ പെട്ടെന്ന് വർദ്ധിക്കാൻ ഒരു ഉത്തരം കണ്ടെത്താൻ എല്ലാവരും നെട്ടോട്ടമോടുന്ന സമയത്താണ് ആൽസൺ ബെഞ്ചമിൻ കീസ് എന്നൊരു ഫിസിയോളജിസ്റ്റ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഡയറ്റ് ഹാർട്ട് ഹൈപ്പോത്തിസിസ് മുന്നോട്ട് വെക്കുന്നത്. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. സാച്ചുറേറ്റഡ് ഫാറ്റും, അതായത് കൊഴുപ്പും, പിന്നെ കൊളസ്ട്രോളുമാണ് ഈ ഹൃദയരോഗങ്ങൾക്ക് പ്രധാന കാരണമെന്നായിരുന്നു പുള്ളിയുടെ വാദം. ഇത് തെളിയിക്കാൻ ആൽസൺ 7 കൺട്രീസ് സ്റ്റഡി എന്നൊരു പഠനം നടത്തി. എന്നിട്ട് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്ന രാജ്യങ്ങളിലെ ജനങ്ങളിൽ ഹൃദയരോഗങ്ങൾ കൂടുതലാണെന്ന് ഈ പഠനത്തിലൂടെ വാർത്തയാക്കി മാറ്റി. എന്നാൽ ആ പഠനത്തിൽ നിന്നും ആൽസൺ ചില രാജ്യങ്ങളെ ഒഴിവാക്കിയത് പിന്നീട് വലിയ വിമർശനത്തിന് കാരണമായി. ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളിലെ ആളുകൾ ധാരാളം കൊഴുപ്പ് കഴിക്കുന്നവരായിരുന്നു. എന്നിട്ടും അവിടെ ഹൃദയരോഗ നിരക്ക് കുറവായിരുന്നു. ഫ്രാൻസ് മാത്രമല്ല, കൊഴുപ്പ് ധാരാളം കഴിക്കുന്ന, ഹൃദ്രോഗം കുറവുള്ള സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള രാജ്യങ്ങളും ഉണ്ടായിരുന്നു. അതൊന്നും ആൽസൺ കണക്കിലെടുത്തില്ല. താൻ പറഞ്ഞ വാദങ്ങൾ പൊളിയാതിരിക്കാൻ വേണ്ടി ആൽസൺ കീസ് ഈ രാജ്യങ്ങളെ തന്റെ പഠനത്തിൽ നിന്ന് സൗകര്യപൂർവ്വം ഒഴിവാക്കി എന്ന് വേണം കരുതാൻ. ഇതിനെക്കുറിച്ച് വലിയ വിവാദങ്ങൾ പിന്നീട് ഉയർന്നിട്ടുമുണ്ട്. എന്നാൽ ഇതിലും വലിയൊരു അട്ടിമറി നടക്കുന്നത് 60കളിലാണ്. പഞ്ചസാര വ്യവസായം, അതായത് ഷുഗർ റിസർച്ച് ഫൗണ്ടേഷൻ, അന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭരായ ചില ശാസ്ത്രജ്ഞർക്ക് വലിയൊരു തുക രഹസ്യ ഫണ്ടായി നൽകി. പ്രോജക്ട് 226 എന്നറിയപ്പെട്ട ഈ പദ്ധതിയിലൂടെ ഹൃദ്രോഗത്തിന് കാരണം പഞ്ചസാരയല്ല, പൂരിത കൊഴുപ്പ്, അതായത് സാച്ചുറേറ്റഡ് ഫാറ്റും കൊളസ്ട്രോളും ആണെന്ന് വരുത്തി കാണിക്കാൻ ശ്രമിച്ചതാണെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ ഉണ്ടായി. തങ്ങളുടെ ഉൽപ്പന്നമായ പഞ്ചസാരയെ ഹൃദ്രോഗത്തിന്റെ കാരണങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ ഫണ്ടിംഗ് സ്വീകരിച്ച ശാസ്ത്രജ്ഞർ 1967 ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ജേണലുകളിലൊന്നായ ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. പഞ്ചസാരയുടെ പങ്ക് വളരെ കുറച്ച് കാണിച്ചുകൊണ്ടും എല്ലാ കുറ്റങ്ങളും കൊഴുപ്പിന്റെ തലയിൽ കൂടുതൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുമാണ് ആ ലേഖനം പുറത്തു വന്നത്. നമ്മൾ ഇന്നും അന്ധമായി വിശ്വസിച്ചു പോരുന്ന ഈ ലോ ഫാറ്റ് അഥവാ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം എന്ന സിദ്ധാന്തം ഒരു കാലത്ത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയ ഒരു സമീപനമായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വലിയ കാര്യമുണ്ട്. 1961 അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന് ക്രിസ്കോ നിർമ്മാതാക്കളായ പ്രോക്ടർ ആൻഡ് ഗാംബിളിൽ നിന്ന് വലിയ തോതിൽ ഫണ്ടിംഗ് ലഭിച്ചിരുന്നു. ക്രിസ്കോ എന്ന് പറയുമ്പോൾ വ്യാവസായികമായി ഉണ്ടാക്കുന്ന എണ്ണ. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന എണ്ണകൾക്ക് പകരം ഫാക്ടറിയിൽ ഉണ്ടാക്കിയ സസ്യ എണ്ണകൾ, അതായത് ഈ ക്രിസ്കോ പോലുള്ളവ ഉപയോഗിക്കാൻ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നിർദ്ദേശങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് വെക്കുന്നത് ഇതിനുശേഷമാണ്. ഭക്ഷ്യ വ്യവസായത്തിന്റെ സ്വാധീനം നമ്മുടെ ഭക്ഷണ രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ ഭക്ഷണ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മാറ്റത്തിലേക്കാണ് അത് നമ്മളെ കൊണ്ട് ചെന്നെത്തിച്ചത്. 1977 അമേരിക്കൻ ഗവൺമെന്റ് ജനങ്ങളുടെ ഭക്ഷണ രീതിക്കായി ചില നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നു. പിന്നീട് 1980 ഇത് ഔദ്യോഗിക US ഡയറ്ററി ഗൈഡൻസ് ആയി മാറി. ഭക്ഷണത്തിലെ ആകെ കൊഴുപ്പിന്റെ അളവ് 40% നിന്ന് 30% കുറക്കാൻ അവർ ജനങ്ങളോട് നിർദ്ദേശിച്ചു. അമേരിക്ക പറയുമ്പോൾ ലോകം മുഴുവൻ അത് ഏറ്റെടുക്കുമല്ലോ. സർക്കാർ തന്നെ നേരിട്ട് ഇത്തരം നിർദ്ദേശങ്ങൾ ഇറക്കിയതോടെ ഭക്ഷണ വ്യവസായം വലിയൊരു മാറ്റത്തിലേക്ക് നീങ്ങി. കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് കൊഴുപ്പ് നീക്കം ചെയ്തു. ലോ ഫാറ്റ്, ഫാറ്റ് ഫ്രീ എന്നൊക്കെ വലിയ അക്ഷരത്തിൽ കവറിന് പുറത്തെഴുതി വിപണിയിൽ ഇറക്കി. പക്ഷേ കൊഴുപ്പ് മാറ്റിയാൽ ഭക്ഷണത്തിന് യാതൊരു രുചിയും ഉണ്ടാകില്ലല്ലോ. കമ്പനികൾ ആ പ്രശ്നം പരിഹരിച്ചത് മറ്റൊരു വലിയ മാറ്റത്തിലൂടെയാണ്. കൊഴുപ്പ് മാറ്റിയപ്പോൾ നഷ്ടപ്പെട്ട രുചി തിരികെ കൊണ്ടുവരാൻ അവർ അതിൽ നിറയെ പഞ്ചസാരയും കൃത്രിമ ഘടകങ്ങളും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകളും വാരി നിറച്ചു. അതായത് പ്രകൃതിദത്തമായ ഒന്നിനെ മാറ്റി ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഘടകങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. വണ്ടിയുടെ എഞ്ചിൻ ഓയിലിന് പകരം പഞ്ചസാര ലായനി ഒഴിക്കുന്നത് പോലെയുള്ള ഒരു വലിയ അബദ്ധം. വണ്ടിയുടെ എഞ്ചിൻ തകരാറാകുന്നത് പോലെ തന്നെ മനുഷ്യ ശരീരത്തിലും പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. വില കുറഞ്ഞ സീഡ് ഓയിലുകളുടെ, അതായത് സോയ, കോൺ, സൺഫ്ലവർ എണ്ണകളുടെ വലിയൊരു ഉപയോഗമാണ് പിന്നീട് കണ്ടത്. ഇവയുടെ ആരോഗ്യ പ്രഭാവങ്ങളെ കുറിച്ച് പിന്നീട് ചില പഠനങ്ങൾ ആശങ്കകൾ ഉയർത്തിയിട്ടുമുണ്ട്. ഇവിടെ നമ്മൾ ക്രിസ്കോയുടെ കഥ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. 1911 തന്നെ പ്രോക്ടർ ആൻഡ് ഗാംബിൾ പരുത്തിക്കുരു എണ്ണയെ ഹൈഡ്രജനേഷൻ എന്ന പ്രക്രിയയിലൂടെ മൃഗക്കൊഴുപ്പിന് സമാനമാക്കി മാറ്റിയിരുന്നു. ദ്രാവക രൂപത്തിലുള്ള സസ്യ എണ്ണകളെ ഉയർന്ന ചൂടിൽ നിക്കൽ, അലുമിനിയം പോലുള്ള ലോഹങ്ങളുടെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ഗ്യാസ് കടത്തിവിട്ട് കട്ടിയുള്ളതാക്കി മാറ്റുന്ന പരിപാടിയാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ എണ്ണ പെട്ടെന്ന് കേടാക്കില്ല, വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. കമ്പനികൾക്ക് ലാഭം കൂട്ടാൻ ഇത് വലിയൊരു വഴിയായിരുന്നു. പക്ഷെ ആരോഗ്യത്തിന് അത് വലിയ തിരിച്ചടിയായിരുന്നു. ഇതിലൂടെയാണ് ട്രാൻസ് ഫാറ്റ് എന്നൊരു വലിയൊരു ഭീകരൻ ഉത്ഭവിക്കുന്നത്. ദശകങ്ങളോളം നമ്മൾ ഇത് ഹൃദയത്തിന് നല്ലതാണെന്ന് കരുതി കഴിഞ്ഞു. ഒടുവിൽ ഇത് ഹൃദയത്തിന് അതിമാരകമായ ദോഷം ചെയ്യുമെന്ന് കണ്ട് 2010
2018 മാത്രമാണ് അമേരിക്കൻ FDA ഇത് പൂർണ്ണമായും നിരോധിക്കുന്നത്. നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയാണല്ലോ കൊഴുപ്പ് ഒഴിവാക്കിയത്. എന്നാൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം അമിതവണ്ണം, പ്രമേഹം, ഹൃദയരോഗങ്ങൾ എന്നിവ കുതിച്ചുയരുകയാണ് ചെയ്തത്. ഇതൊരു തികച്ചും പരാജയപ്പെട്ട പരീക്ഷണമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയൊരു ചോദ്യം ബാക്കിയാവുകയാണ്. ശാസ്ത്രത്തെ പോലും പണം കൊടുത്തു വാങ്ങാൻ കഴിയുന്ന ഒരു ലോകത്ത് നമ്മൾ സാധാരണക്കാർ ആരെയാണ് വിശ്വസിക്കേണ്ടത്? നമ്മൾ കേൾക്കുന്ന, വായിക്കുന്ന ആരോഗ്യപരമായ ഉപദേശങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഒരു പക്ഷേ അടുത്ത തവണ ഒരു പഠനത്തെക്കുറിച്ചോ ഒരു പുതിയ ഡയറ്റ് പ്ലാനിനെ കുറിച്ചോ കേൾക്കുമ്പോൾ ഒരേ ഒരു ചോദ്യം സ്വയം ചോദിക്കുന്നത് നന്നായിരിക്കും: ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ്? അപ്പോൾ ഈ വ്യാവസായിക എണ്ണകൾ ചരിത്രത്തിലെ വലിയൊരു അബദ്ധമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ ഈ എണ്ണകൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ചെന്നാൽ എന്താണ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അവ ഇത്ര അപകടകാരികളാകുന്നത്? ഇതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദമായി പറയാം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.